ഡി ബി ആണ് നമ്മൾ ഡ്രസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഓപ്പൺ മൗണ്ടഡ് ആയിട്ടുള്ള, അതായത് സർഫസ് മൗണ്ടഡ് ആയിട്ടുള്ള ഡി ബി ആണ്, കൺസീൽ ഡി ബി അല്ല. ഇതിനകത്തേക്ക് വയർ വരുന്നത് ഓപ്പൺ ആയിട്ടുള്ള ട്രങ്കിനകത്തൂടെയാണ്. ഇപ്പോൾ കേബിളെല്ലാം ഇവിടെ, വയറെല്ലാം ഇവിടെ പുൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും സർക്യൂട്ട് നമ്പർ അതിനകത്ത് മാസ്കിൻ ടൈപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൺസീൽ ഡി ബി ആണെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് ആണെങ്കിൽ കോൺട്യൂട്ടാണ് ചെയ്യുക. ഇത് ഓപ്പൺ ആയതുകൊണ്ടാണ് മുകളിൽ ട്രങ്കിങ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ആ കെട്ടിവെച്ച വയറെല്ലാം അഴിച്ചു വെച്ചതിന് ശേഷം അതിനകത്തുള്ള വയറുകളെല്ലാം സെപ്പറേറ്റ് ചെയ്യണം. അത് ഓരോ സർക്യൂട്ടായിട്ട് എടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വയർ വെച്ച്, നമുക്ക് ഡി വിയിൽ ഡ്രസ് ചെയ്യേണ്ട ആവശ്യത്തിലുള്ള വയർ വെച്ച് ബാക്കി വയർ കട്ട് ചെയ്യാം. എന്നിട്ട് ആ സർക്യൂട്ടിന് നമ്പർ ഉണ്ടാവും. ഓരോ സർക്യൂട്ടിന് ഓരോ നമ്പർ ഉണ്ട്. R1, Y1, B1, R2, Y2, B2 അങ്ങനെ. അപ്പോൾ ആ സർക്യൂട്ട് നമ്പർ ഏതാണോ ആ നമ്പർ മാസ്കിൻ ടൈപ്പ് അതിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ. അത് റിമൂവ് ചെയ്തതിന് ശേഷം അതേ സെയിം നമ്പർ നമ്മൾ ഫെറൂൾ, കേബിൾ മാർക്കിംഗ് ഫെറൂളാണ് ആ മഞ്ഞ നിറത്തിൽ കാണുന്നത്. അതിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള സർക്യൂട്ടിൻ്റെ ഫെറൂള് ആ വയറിൽ കയറ്റി വെക്കുക, അകത്തോട്ട് കയറ്റി വെക്കണം. അതിനകത്ത് 3 ഫേസിലായാലും ന്യൂട്രലായാലും, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അധികം സിംഗിൾ ഫേസാണ് ഡി ബിയിൽ വരുന്നത്. 3 ഫേസ് ആണെങ്കിൽ അങ്ങനെ, ഇതിപ്പോൾ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് 3 ഫേസിലും ന്യൂട്രലും എർത്തിലും ആ സർക്യൂട്ട്, ഇപ്പോൾ എക്സാമ്പിൾ R5 R7 ആണെന്ന് വരിക. അപ്പോൾ R7 റെഡിനും R7 ഇടണം, അതുപോലെ തന്നെ ബ്ലാക്കിൽ R7 ഇടണം, അതുപോലെ തന്നെ യെല്ലോ ഗ്രീനിലും R7 ഇടണം. ഇങ്ങനെ ഫെറൂൾ ഇടണം. ഇതിപ്പോൾ 3 ഫേസ് ആണെന്നുണ്ടെങ്കിൽ ആ 3 ഫേസ് ഉണ്ട്. ഇപ്പം RYB എങ്ങനെയാണ് നമ്പർ വരിക, RYB2, RYB3. അപ്പോൾ അതിനകത്ത് Rൽ നമ്പർ അടിക്കുക, അതുപോലെ തന്നെ സെയിം നമ്പർ Yയിൽ അടിക്കുക, സെയിം നമ്പർ Bയിൽ, പിന്നെ ന്യൂട്രലുണ്ടാവും, എർത്തും ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തതിന് ശേഷം എല്ലാ വയറിലും ഫെറൂൾ ഇട്ട് വെക്കണം. ഇതാണ് കേബിൾ മാർക്കിംഗ് ഫെറൂള്. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് എല്ലാം RYB, അതുപോലെ തന്നെ 0 to 9 നമ്പേഴ്സ് എല്ലാ നമ്പറും ഉണ്ടാവും. നമുക്ക് വേണ്ട നമ്പർ ഇതിനകത്ത് നിന്ന്, ഇതിപ്പോൾ ഒരു റോള് പോലെയാണ്, ഇത് ഓരോ ചെറിയ ചെറിയ പീസുകളാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് വേണ്ട വയറുകൾ അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് കട്ടാവും. അങ്ങനെ നമുക്ക് വേണ്ട മാർക്കിംഗ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ ജസ്റ്റ് ഒരു അവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വയറാണ്. ഇത് R7 സർക്യൂട്ടാണ്. അപ്പോൾ റെഡ് വയറിൽ R7, അതുപോലെ തന്നെ ന്യൂട്രലായിട്ടുള്ള ബ്ലാക്കിലും R7 തന്നെയാണ്. ദെൻ യെല്ലോ ഗ്രീൻ വയർ എർത്തിനാണ് ഉപയോഗിക്കുന്നത്. അതിലും R7 തന്നെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ വയറിലും ഇങ്ങനെ ഫെറൂൾ ഇട്ടതിന് ശേഷം നമ്മൾ ഈ വയറുകളെ ഡി ബിയിൽ ഇറക്കുന്നതിന് മുന്നേ തന്നെ വയറുകളെ ഫേസ്, ന്യൂട്രൽ, എർത്തായിട്ട് 3 സെപ്പറേറ്റ് ചെയ്യണം. എല്ലാ സർക്യൂട്ടുകളും എല്ലാ സർക്യൂട്ടുകളും ഫേസ്, ന്യൂട്രൽ, എർത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ 3 വയറുകളെയും സെപ്പറേറ്റ് ഫേസുകൾ, നിങ്ങൾക്ക് കാണാം ഇവിടെ ഫേസിൻ്റെ വയറുകളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രലിൻ്റെ വയറുകൾ സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് മുകളിൽ നിന്ന് വയറുകൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോന്നും ഫേസിൽ ഇപ്പോൾ നമുക്ക് റെഡ് വയറുണ്ടാവും, ബ്ലൂ വയറുണ്ടാവും, യെല്ലോ വയറുണ്ടാവും. ന്യൂട്രലിൻ്റെ വയർ നിങ്ങൾക്ക് കാണാം, ബ്ലാക്ക് വയർ കാണാൻ പറ്റും. ഈ ബ്ലാക്ക് വയർ അത് ന്യൂട്രലിൻ്റെ വയറാണ്. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്ത വയറുകളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം. ഇങ്ങനെ സ്ട്രൈറ്റൻ ചെയ്ത് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ എല്ലാ വയറുകളും സ്ട്രൈറ്റൻ ചെയ്ത് ക്ലീൻ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വൃത്തിയായിട്ട് ബഞ്ചാക്കി വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് വയർ, അതായത് ന്യൂട്രൽ വയർ ഒരു ബഞ്ചാക്കി വെച്ചിരിക്കുന്നു, ഫേസ് വയറുകൾ ഒരു ബഞ്ചാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എർത്തിൻ്റെ വയർ നമ്മൾ ബഞ്ചാക്കി വെച്ചിരിക്കുന്നു, 3 ബഞ്ചുകൾ. അതിനകത്തെല്ലാം ഫെറൂളുകളെല്ലാം, എല്ലാ നമ്പറുകളും ഫെറൂളുണ്ട്. നിങ്ങൾക്ക് കാണാം എർത്തിൻ്റെ ബഞ്ചാണിത്. ഇതെല്ലാം ക്ലീനാക്കി എല്ലാത്തിലും ഫെറൂളിട്ട് ക്ലിയറായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ വയറുകളും ഇപ്പോൾ ഫേസിനെല്ലാം ഒരുമിച്ച് ഒരു ബഞ്ചാക്കിയിട്ട് ടൈ അടിച്ചിട്ട് വെക്കുക. അത് കറക്റ്റായിട്ട് ടൈ അടിച്ച് ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ന്യൂട്രലും എർത്തും അതുപോലെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫേസ് മുകളിൽ നിന്ന്, അതായത് ട്രങ്കിങ്ങിൻ്റെ മുകളിൽ നിന്ന് ടൈ അടിച്ച് ഒരു ബഞ്ചായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത ഫേസ് ചെയ്ത് കഴിഞ്ഞു. ന്യൂട്രലും അതുപോലെ തന്നെ മുകളിൽ നിന്ന് അടിച്ച് ബെഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് ന്യൂട്രലിനെയും ഒരു ബഞ്ചാക്കി ചെയ്തിരിക്കുന്നു. ഇനി
5 ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് ഈ വയറുകൾ ഡി ബിയിലോട്ട് ഇറക്കി വെക്കുക എന്നുള്ളതാണ്. ഡി ബിയുടെ വെളിയിലാണ്, ട്രങ്കിങ്ങിൻ്റെ വെളിയിലാണ് ഇപ്പോൾ എല്ലാ വയറും. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് വയറുകളെല്ലാം ഇറക്കി വെച്ചിരിക്കുന്നു. ഇതിനകത്ത് ഫേസിൻ്റെ വയറും ന്യൂട്രലിൻ്റെ വയറും ഓൾറെഡി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ ഗ്രീൻ്റെ വയർ, അതായത് എർത്തിൻ്റെ വയറാണ് ഇതിനകത്ത് ഡി ബിയിലോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അതും ബഞ്ചായിട്ടുണ്ട്. ഫേസും ന്യൂട്രൽ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് എർത്ത് എങ്ങനെയാണ് അതിനകത്ത് ഇടുന്നത് നോക്കാം. ജസ്റ്റ് ഇതിനകത്ത് എല്ലാ ഡി ബിക്കും ട്രങ്കിങ്ങിൻ്റെ മുകളിൽ ഒരു കട്ടിങ് ഉണ്ടാവും. കട്ടിങ് ഒരു ഗ്രോമറ്റ് വെച്ചിട്ട് അത് ക്ലിയർ ആയിട്ട് അതിൻ്റെ എഡ്ജെല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് എപ്പോഴും ആ ട്രങ്കിനകത്ത് അഡീഷണൽ കേബിൾ ഇട്ട് വെക്കണം എപ്പോഴും. അതിനടുത്ത് ചെയ്യുന്നത് ആ എർത്ത് കേബിൾ ഡി ബിക്കകത്ത് ഇൻസ്റ്റേർട്ട് ചെയ്യാണ്. സെയിം ഇങ്ങനെ തന്നെയാണ് മുൻപ് ഫേസും അതുപോലെ തന്നെ ന്യൂട്രലും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേബിൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു അതിനകത്ത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ട്രങ്കിങ്ങിനകത്ത് നമ്മളെപ്പോഴും അഡീഷണൽ കേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. യെല്ലോ ഗ്രീനെ നമ്മൾ അഡീഷണൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസും ന്യൂട്രലെല്ലാം അഡീഷണൽ വെക്കും. അത് വെക്കുന്നത് നമുക്ക് ഇൻ കേസ് ആ വയറിന് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ വയർ ഡ്രസ്സിങ്ങിൽ നമുക്ക് അഡീഷണൽ കേബിൾ വേണ്ടി വരും. അതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ട്രങ്കിങ് മുന്നേ ചെയ്ത് വെച്ച വേറെ ഡി ബിയുടെ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റും അഡീഷണൽ കേബിൾ അതിനകത്ത് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡ്രസ്സിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഡി ബിക്കകത്ത് നിന്ന്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് യെല്ലോ ഗ്രീൻ്റെ വയർ ഡ്രസ്സ് ചെയ്തിട്ട്, യെല്ലോ ഗ്രീൻ്റെ ഇതാണ് യെല്ലോ ഗ്രീൻ, ഇത് എർത്ത് ബാറാണ്, എർത്ത് ബാറിൽ കണക്ട് ചെയ്യണം. ഇങ്ങോട്ട് വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, ഡി ബിയുടെ ലെഫ്റ്റ് സൈഡിലാണ് എർത്ത് ലിങ്ക് ഉള്ളത്. അപ്പോൾ എർത്ത് ലിങ്ക് ബാറിൽ കണക്ട് ചെയ്യണം. ഓരോ വയറും വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ട് 1 by 1 ആയിട്ട് അത് കണക്ട് ചെയ്യണം. അതായത് ഫസ്റ്റ് സർക്യൂട്ട്, സെക്കൻഡ് സർക്യൂട്ട്, അങ്ങനെ. അപ്പോൾ R1 Y1 B1 R2 Y2 B2 R3 Y3 B3 ആ ഒരു ലെവലിൽ എല്ലാ എർത്തും മുകളിൽ നിന്ന് താഴോട്ട് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഓൾമോസ്റ്റ് എർത്ത് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം ആ ഫെറൂളെല്ലാം ആ ലാസ്റ്റ് എൻഡിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഏത് സർക്യൂട്ടിൻ്റെ എർത്താണ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതാണ് ഈ കേബിൾ മാർക്കർ കൊണ്ട് അത് ഒരു ഹെൽപ്പ് ആവുന്നത്. നമുക്ക് എപ്പോഴും സർക്യൂട്ടിൽ ട്രബിൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ കേബിൾ മാർക്കർ വെച്ചിട്ടാണ് നമ്മൾ ഏത് സർക്യൂട്ടിൻ്റെ എർത്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ എർത്തെല്ലാം കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് R1 Y1 B1 R2 Y2 B2 എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എർത്ത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ന്യൂട്രലാണ്. ന്യൂട്രൽ ഇതുവഴി ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ഓരോ ന്യൂട്രൽ ലിങ്കിലും കണക്ട് ചെയ്യണം. ഇവിടെ സെപ്പറേറ്റ് ന്യൂട്രൽ ലിങ്കാണ്, കാരണം ഓരോ സെക്ഷനാണ്, ഓരോ ELCB ഓരോ സെക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ ഓരോ ELCBക്കും സെപ്പറേറ്റ് എർത്ത് ലിങ്ക് ഉണ്ടാവും. അതുവഴിയാണ്, അതിനകത്താണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇത് മാറിക്കഴിഞ്ഞാൽ അത് ട്രിപ്പാവും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ലോഡ് ഷെഡ്യൂൾ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡി ബി ഡ്രസ്സ് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് ഓരോ സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഓരോ സെക്ഷനകത്തും കുറച്ച് സർക്യൂട്ടുകൾ വരും. ആ ഓരോ സർക്യൂട്ടുകളും സെപ്പറേറ്റ് MCBകളായിരിക്കും. ഓരോ ഏരിയക്ക് സെപ്പറേറ്റ് ആയിരിക്കും. അതിനകത്ത് ഓരോ ELCB ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 പോൾ 40 ആംപിയർ 100 മില്ലി ആംസിൻ്റെ ഒരു ELCB ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ELCB, നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ സെക്കൻഡ് ELCBയും 40 ആംപിയറിൻ്റെ 100 മില്ലി ആംപിയറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 7 മുതൽ 12 വരെ അതിനകത്താണ് സർക്യൂട്ട് വരുന്നത്. അങ്ങനെ ഓരോ ELCBക്കും സെപ്പറേറ്റ്. അപ്പം അത് ഓരോന്നിനും ഞാൻ പറഞ്ഞു ന്യൂട്രൽ ലിങ്കും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ 1ൻ്റെ ലിങ്കാണത്, 2ൻ്റെ ലിങ്ക് ഇവിടെയാണ് കണക്റ്റ് ആവുന്നത്, 3ൻ്റെ വയറുകളെല്ലാം അതിനകത്ത് കണക്റ്റ് ആവും. സെയിം 4, 5, 6 എല്ലാം അതിനകത്ത് കണക്റ്റ് ആവുന്നു. ന്യൂട്രൽ കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസിനെ ഡ്രസ്സ് ചെയ്ത് അതാത് MCBയുടെ അടുത്ത് കൊണ്ടുവെക്കണം. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂട്രൽ കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ അതുവഴി ഡ്രസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മറ്റ് കേബിളുകൾ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഫേസിനെ ഡ്രസ്സ് ചെയ്ത് ആ പോയിന്റിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ന്യൂട്രൽ ഡ്രസ്സ് ചെയ്യുന്നു. ഇപ്പോൾ ഫേസിൻ്റെ മുകളിലൂടെ ആയിട്ടാണ് ന്യൂട്രൽ ഡ്രസ്സ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ന്യൂട്രൽ ഡയറക്റ്റ് നമുക്ക് ന്യൂട്രൽ ലിങ്കിൽ കണക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ അത് ആദ്യം ന്യൂട്രൽ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിലൂടെ പിന്നെ ഫേസ് ഡ്രസ്സ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും. ഇനി ഓരോ ലിങ്കിലും, അതായത് സെക്ഷൻ 1ൻ്റെ എത്ര ആണോ സർക്യൂട്ടിൻ്റെ ന്യൂട്രലുകൾ വരുന്നത് അത്രയും സെക്ഷൻ 1ൻ്റെ ലിങ്കിലും, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4 അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് അതിന് ഏതൊക്കെയാണോ സർക്യൂട്ട് വരുന്നത് ആ സർക്യൂട്ടുകളെല്ലാം ആ ലിങ്കുകളിൽ കണക്ട് ചെയ്യണം.
ഇപ്പോൾ ന്യൂട്രലെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഓരോ സെക്ഷനിലും അതാത് സെക്ഷനിൽ വരുന്ന സർക്യൂട്ടിൻ്റെ ന്യൂട്രലുകൾ ഓരോ സെക്ഷനിലും കണക്റ്റായി. അതുവഴി എർത്ത് ഫേസ് നിങ്ങൾക്ക് ബാക്കിലൂടെ ചെയ്ത് കണ്ട, അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂട്രൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഇല്ലെങ്കിൽ ആദ്യം ന്യൂട്രൽ ചെയ്തിരുന്നെങ്കിൽ പിന്നെ ന്യൂട്രൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമായിരുന്നു, അല്ലെങ്കിൽ ഇതിന് മുന്നിലൂടെ ഡ്രസ്സ് ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടാവുമായിരുന്നു. ഇപ്പോൾ എല്ലാ ന്യൂട്രലിൻ്റെ എല്ലാ ലിങ്കുകളും കണക്റ്റായി ഓരോ സെക്ഷനിലും. ഇപ്പോൾ R1 Y1 B1 R2 Y2 ആണ് ഫസ്റ്റ് സെക്ഷൻ. അപ്പം അത്രയും സെക്ഷനിലുള്ള ഫേസിലെ ന്യൂട്രൽ ഇവിടെ നിന്നാണ് പോകുന്നത്. സെക്ഷൻ 2 ഇവിടെ നിന്ന്, അങ്ങനെ സെക്ഷൻ 3 സെക്ഷൻ 4 അങ്ങനെ ഓരോ സെക്ഷനിലും ന്യൂട്രലെല്ലാം നമ്മൾ കണക്റ്റാക്കി വെച്ചിരിക്കുന്നു. നമുക്ക് ഫേസ് ഓരോന്നായിട്ട് കണക്ട് ചെയ്യാം. ഫേസിൻ്റെ നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഓൾറെഡി അത് വരേണ്ട MCBയുടെ അടുത്ത് തന്നെ വയറുകളെല്ലാം കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഓരോ MCBയിലോട്ടും കണക്ട് ചെയ്യാം. ഇതും ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ട ലോഡ് ഷെഡ്യൂൾ പ്രകാരം തന്നെയാണ്. ആ ലോഡ് ഷെഡ്യൂളിൽ അറിയാം ഏതൊക്കെ സെക്ഷനിലാണ് ഏതൊക്കെ നമ്പർ വരുന്നത്. അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോ MCBയിലും വരുന്ന ഓരോ കേബിളുകൾ, ഓരോ MCBക്കും ഓരോ റേറ്റിംഗ് ഉണ്ടാകും. അപ്പോൾ ആ റേറ്റിംഗ് നോക്കിയിട്ട് നമ്മൾ ഓരോ വയറും കണക്ട് ചെയ്യണം. ഇവിടെയൊക്കെ താഴേക്കെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മുകളിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പാൻസുള്ളൂ. ഇതിനകത്ത് ഗ്യാപ്പുകൾ കാണാൻ പറ്റും, അതൊക്കെ സ്പെയറുകളാണ്. അത് ആ ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സ്പെയർ. അങ്ങനെ ആകുമ്പോൾ ആ ഏത് സർക്യൂട്ടാണോ അത് നമ്മൾ വയറുണ്ടാവില്ല ഓൾറെഡി, അപ്പോൾ അത് വിട്ടിട്ട് അത് സ്പെയറായിട്ട് കണക്കാക്കും. അത് ഫ്യൂച്ചറിൽ പിന്നെ പുതിയ സർക്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അത് അതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DBയിൽ എപ്പോഴും സ്പെയർ വെക്കുന്നത്. ഇപ്പോൾ ഫേസ് എല്ലാം കണക്റ്റായി, മീൻസ് നമ്മളെ DB ഡ്രസ്സിങ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിനകത്ത് മെയിൻ കേബിൾ മാത്രമേ കണക്ട് ചെയ്യാൻ ബാലൻസ് ഉള്ളൂ. ബാക്കി ഫേസുകൾ കണക്റ്റായി, ന്യൂട്രൽ കണക്റ്റായി, എർത്ത് കണക്റ്റായി. വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്രസ്സിങ് എങ്ങനെ ചെയ്തിട്ടുള്ളതെന്നുള്ളത്. ഒന്നുകൂടെ നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എർത്ത് കണക്ട് ചെയ്തു. എർത്ത് കണക്ട് ചെയ്തത് R1 Y1 B1 അങ്ങനെ ഓരോ നമ്പറുകളും കണക്ട് ചെയ്തു. ദെൻ ന്യൂട്രലാണ് കണക്ട് ചെയ്തത്. അത് ഓരോ സെക്ഷൻ വൈസും ഓരോ സെക്ഷനിൽ ഏത് സെക്ഷനിലാണ് ആ ന്യൂട്രൽ വരുന്നത് അത് വെച്ചിട്ട് സെക്ഷൻ ചെയ്തു. ഈ ന്യൂട്രൽ സെക്ഷൻ മാറിക്കഴിഞ്ഞാൽ ILCB ട്രിപ്പാവും, അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഓരോ സെക്ഷനിൽ വരുന്ന ന്യൂട്രലുകൾ ചെയ്തു. ദെൻ എല്ലാ ഫേസും കണക്ട് ചെയ്തു. മൂന്നാമത് അതും ഏതൊക്കെ MCB, അത് ഏത് MCB ഏത് ഫേസിൽ വരുന്നു അതിൻ്റെ റേറ്റിംഗ് ചെക്ക് ചെയ്തിട്ട് വരുന്നു. ഇതിൻ്റെ ഗ്യാപ്പ് ഉള്ളതെല്ലാം സ്പെയറാണ്, അത് ഇൻ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള സ്പെയറുകളാണ്. താഴെ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. താഴെ വീണ്ടും ഒരുപാട് സ്പെയർ ഉണ്ട്, അത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ആ DB ലോഡ് ഷെഡ്യൂൾ അതിനകത്ത് സ്പെയർ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് മെയിൻ കേബിൾ കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഐസൊലേറ്ററിലാണ് മെയിൻ കേബിൾ കണക്ട് ചെയ്യേണ്ടത്. മെയിൻ കേബിൾ കണക്ട് ചെയ്യാം. മെയിൻ കേബിളിൻ്റെ എർത്ത് ലിങ്കിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രൽ ലിങ്കിൽ ഒരു ബ്രൗൺ കളർ കാണുന്ന കണക്ടർ അതിനകത്ത് കണക്റ്റായി. 3 ഫേസുകളും നമ്മൾ ഐസൊലേറ്ററിൽ കണക്ട് ചെയ്യും. ഐസൊലേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റെഡ്, ദെൻ യെല്ലോ, ദെൻ ബ്ലൂ, അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ട സീരീസ്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മെയിൻ കേബിൾ കണക്ഷൻ കംപ്ലീറ്റ് ആവും. ഇത് 10mm² ഒരു കേബിളാണ് മെയിൻ കേബിൾ. ഈ എർത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മൾ ഗ്ലാൻഡിൻ്റെ കൂടെ ഒരു ഗ്ലാൻഡ് എർത്ത് കണക്ട് ചെയ്യും, അതും എർത്ത് ലിങ്കിൽ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് ബോഡിയിൽ നിന്നൊരു വയർ എടുത്തിട്ട് അതും ഈ എർത്ത് ലിങ്കിൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ DBയുടെ ടെർമിനേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ കവർ, DBക്ക് ഒരു കവർ ഉണ്ടാവും, ആ കവർ അതിനകത്ത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. ഈ കവർ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കവറിൻ്റെ ഡോറിലൊരു എർത്ത് ലിങ്ക് ഉണ്ട്, അതും ഈ രണ്ടുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്തൊക്കെ കറക്റ്റ് ഓരോ സെക്ഷൻ, അതുപോലെ തന്നെ ഏത് MCB നമ്പറെല്ലാം കറക്റ്റ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷനിൽ ALCBക്കും നമ്പറുണ്ട്, അതെല്ലാം ഈ കവറിൽ കാണാൻ പറ്റും. ഇനി അത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പർ വെച്ചിട്ട് അതാത് ALCB ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു DB 3 ഫേസ് DB ഡ്രസ്സിങ് ചെയ്യുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു.